നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കമാണ്. ഒരു അവധി ദിവസത്തിൻ്റെ ആലസ്യമൊന്നും വാർത്തകൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന വാർത്തകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വെനസ്വേല ഇനി അമേരിക്ക ഭരിക്കും. പുതിയൊരു ഭരണകൂടം അവിടെ നിലവിൽ വരുന്നതുവരെ അമേരിക്കയാണ് വെനസ്വേല ഭരിക്കാൻ പോകുന്നത് എന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിക്കഴിഞ്ഞു. ഇന്നലെയാണ് അതിനാടകീയമായി വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്കൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ സംസാരിക്കുന്നു. എന്താണ് ട്രംപിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? ഇങ്ങനെയൊരു നടപടിയിലേക്ക് എന്തുകൊണ്ട് ട്രംപ് കടന്നു? അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇങ്ങനെയുള്ള പല തലങ്ങൾ ഈ വിഷയങ്ങൾക്കുണ്ട്. അത് ചർച്ച ചെയ്യണം. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറാനിൽ നടക്കുന്ന സർക്കാരിനെതിരായ പ്രക്ഷോഭമാണ്. അവിടെയും അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ടോ എന്ന സംശയങ്ങൾ ലോക നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. വളരെ വിശദമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. ആദ്യം നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. നിക്കോളാസ് മദുറോ ന്യൂയോർക്കിൽ അമേരിക്കൻ ലഹരി വിരുദ്ധ സേന ചോദ്യം ചെയ്യും. US കോടതിയിൽ വിചാരണ നേരിടണം. വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന് ട്രംപ്. അപലപിച്ച് റഷ്യയും ക്യൂബയും ഇറാനും. സൗദിയിൽ വാഹനാപകടം. ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. മലപ്പുറം മഞ്ചേരി സ്വദേശികൾ മരിച്ചത്. 3 പേർക്ക് ഗുരുതര പരിക്ക്. ഇറാനിൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം വ്യാപിക്കുന്നു. 8ാം ദിവസത്തിലേക്ക് കടക്കുന്ന പ്രതിഷേധത്തിന് ജനപിന്തുണയേറി. പ്രകോപനപരമായ നിലപാടുമായി ആയത്തുള്ള ഖമനേയി. സംസാരിച്ചിട്ട് കാര്യമില്ല, അടിച്ചമർത്തുകയാണ് വേണ്ടതെന്ന് പ്രതികരണം. പ്രതിഷേധക്കാർക്ക് പിന്നിൽ അമേരിക്കയോ ഇസ്രയേലോ ആണെന്നും ഖമനേയി. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു അപ്പീലിന്. വിധി പകർപ്പ് വന്നാലുടൻ MLA സ്ഥാനത്ത് നിന്ന് നീക്കും. നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനമിറക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ കോൺഗ്രസ്. ലക്ഷ്യ 2026 ക്യാമ്പിന് ഇന്ന് വയനാട്ടിൽ തുടക്കം. സമരപരിപാടികളും സ്ഥാനാർത്ഥി നിർണയവും ചർച്ചയാകും. ദക്ഷിണേന്ത്യയിൽ ചുവടുറപ്പിക്കാൻ BJP. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് തമിഴ്നാട്ടിൽ. നാളെ AIADMKയുമായി ചർച്ച. കേരള സന്ദർശനം 11-ന്. വെനസ്വേലയിൽ ശരിയായ അധികാര കൈമാറ്റം ഉണ്ടാകും വരെ അമേരിക്ക ഭരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആവശ്യമെങ്കിൽ വെനസ്വേലയിലേക്ക് വീണ്ടും ആക്രമണം നടത്തുമെന്നും ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയിലെ എണ്ണ ഇനി മുതൽ US കമ്പനികൾ കൈകാര്യം ചെയ്യുമെന്നും പ്രഖ്യാപനം. ബന്ദിയാക്കിയ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും US ന്യൂയോർക്കിലെത്തിച്ചു. മദുറോയ്ക്കെതിരെ നാർക്കോട്ടിക് ടെററിസം, ലഹരിക്കടത്തിനായുള്ള ഗൂഢാലോചന, മാരകായുധങ്ങൾ കയ്യിൽ വെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വിചാരണ തുടങ്ങുകയാണ് അമേരിക്ക. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, ഏറെ നാളുകളായി അത്തരമൊരു നടപടിയിലേക്ക് അമേരിക്ക കടന്നേക്കുമെന്ന സൂചനകൾ ഉള്ളപ്പോഴും ഇങ്ങനെയൊരു സൈനിക നടപടി അപ്രതീക്ഷിതമായിരുന്നു. ആ നടപടിയിൽ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് അമേരിക്ക ഓപ്പറേഷൻ റിസോൾവ് നടപ്പാക്കിയത് എന്നത് ഉൾപ്പെടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ട്രംപ് പറയുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങൾ അറിയണം. ഒപ്പം അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം ഈ നാർക്കോട്ടിക് ടെററിസ്റ്റ് എന്ന ലേബലിൽ മദുറോയെ വിചാരണ ചെയ്യുന്നതിനപ്പുറം എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ വ്യക്തമാവുന്നത്? ശ്രീജ, തീർച്ചയായിട്ടും ഇതിൽ ഒരു നാർക്കോട്ടിക് ആയിട്ടുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ലഹരി മരുന്നുകൾ കടത്തുന്നു. അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ യുദ്ധം, അതിൽ പങ്കാളിയായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ, അയാളെ പിടിച്ചുകൊണ്ടു പോകുന്നു, അയാളെ വിചാരണയ്ക്ക് വിധേയനാക്കുന്നു. അങ്ങനെ ആ രാജ്യത്ത് നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഒരു മാരക ലഹരി വ്യാപനം തടയുന്നതിനും വേണ്ടി അതീവ രഹസ്യമായി അമേരിക്ക നടത്തിയ ഒരു വലിയ ദൗത്യം എന്നുള്ള നിലയിലാണ്
രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞതെങ്കിലും അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. അമേരിക്കയുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ വെനസ്വേലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ തന്നെയാണെന്നുള്ളത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. വെനസ്വേലയിലെ അവിടുന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന എണ്ണ മുഴുവൻ ഇനി മുതൽ അമേരിക്ക കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യമാണ് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. 1976 വരെ മറ്റ് രാജ്യങ്ങൾക്ക് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ എടുക്കാമായിരുന്നെങ്കിൽ പോലും അതിനുശേഷം അവിടുത്തെ എണ്ണ ദേശസാൽക്കരിക്കുകയും മറ്റു രാജ്യങ്ങളെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അമേരിക്കയും വെനസ്വേലയുമായിട്ടുള്ള തർക്കം പതിറ്റാണ്ടുകളായി നീളുന്ന തർക്കമായിരുന്നു. ഹ്യൂഗോ ഷാവേസും അമേരിക്കയുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നമുക്ക് ഇതിനു മുമ്പ് അറിയാവുന്നതാണ്. അത് പിന്നീട് നിക്കോളാസ് മദൂറോ വരുമ്പോഴും ഹ്യൂഗോ ഷാവേസിൻ്റെ അതേ വഴിയിൽ തന്നെ പോവുകയും അമേരിക്കയുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടിനും തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2017 മുതൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലഘട്ടത്തിൽ, ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വരുന്ന കാലഘട്ടം മുതൽ തന്നെ നിക്കോളാസ് മദൂറോയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ഉലഞ്ഞ രീതിയിലായിരുന്നു. അതിപ്പോൾ വീണ്ടും രണ്ടാമത്തെ ടേം അധികാരത്തിൽ ഡൊണാൾഡ് ട്രംപ് എത്തുമ്പോഴും അതിനേക്കാൾ കൂടുതൽ മോശമായ രീതിയിൽ തുടരുന്നതിൻ്റെ ഒരു പര്യവസാനമാണ് ഇന്നലെ ലോകം കണ്ടത്. ഇന്നലെ രാവിലെയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഡെൽറ്റ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വെനസ്വേലയിൽ ആക്രമണം നടത്തുന്നു. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിൽ വലിയ രീതിയിൽ ബോംബ് ആക്രമണങ്ങൾ നടത്തുന്നു. അതിൻ്റെ വാർത്തകൾ നമുക്ക് കിട്ടുന്നു. പക്ഷേ അതിന് പിന്നാലെ വരുന്ന വാർത്തകളാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ഭാര്യയെയും മറ്റൊരു രാജ്യം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള വാർത്ത. അത് വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സിലിയ ഫ്ലോറസിനെയും അമേരിക്ക തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത ലോകത്തെ ഞെട്ടിച്ചതാണ്. അതിന് പിന്നിൽ അമേരിക്ക ഒരുപാട് ആരോപണങ്ങൾ നിക്കോളാസ് മദൂറോയ്ക്കെതിരെ ആരോപിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വലിയ രീതിയിലുള്ള മാരക ലഹരി വസ്തുക്കൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഫെന്റനിൽ അടക്കമുള്ള മാരക ലഹരികൾ. അതുപോലെ തന്നെ അവിടെ നാർക്കോ ടെററിസം നടക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് ഈ നാർക്കോ ടെററിസം വളർത്തുന്നതിനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല നിക്കോളാസ് മദൂറോ വലിയ രീതിയിൽ മാരകായുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷനിലേക്ക് അമേരിക്ക കടക്കുന്നതും ഇപ്പോൾ നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും അമേരിക്കയിൽ എത്തിച്ചിരിക്കുന്നതും അവിടുത്തെ കോടതികളിൽ വിചാരണ നേരിടേണ്ടി വരും ഇരുവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മാത്രമല്ല, ട്രംപ് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി വെനസ്വേല ആര് ഭരിക്കണമെന്നുള്ള കാര്യം അമേരിക്ക തീരുമാനിക്കും. അങ്ങനെ പുതിയൊരു അധികാര കൈമാറ്റം ഉണ്ടാകുന്നത് വരെ വെനസ്വേല അമേരിക്ക ഭരിക്കും. അവിടെ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ അമേരിക്ക ഭരിക്കുമെന്നുള്ള കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതിൽ ശരിയായ അധികാര കൈമാറ്റം എന്നുള്ളൊരു വാക്കാണ് ഡൊണാൾഡ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആരുടെ ശരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്കയുടെ ശരി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതായത് അവിടെ പ്രതിപക്ഷം, അതായത് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുമായി അടുത്ത് നിൽക്കുന്ന നിക്കോളാസ് മദൂറോയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്. അങ്ങനെ അവരിലേക്ക് അധികാരം എത്തിച്ച് അതിന് പകരമായി അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വെനസ്വേലയിൽ ഒരു ഇടം ലഭിക്കുകയും അവിടെ നിന്ന് കൂടുതലായി എണ്ണ അമേരിക്കയ്ക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും അതിനനുസരിച്ചുള്ള ഒരു ഭരണകൂടം അവിടെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് നേരത്തെ മദൂറോയും പറഞ്ഞിരുന്നത്. വെനസ്വേലയ്ക്കെതിരെ ഇത്തരം കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അമേരിക്കയുടെ എണ്ണയും മിനറൽസും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നേരത്തെ മദൂറോയും പറഞ്ഞിരുന്നത്. മദൂറോയുടെ നിരീക്ഷണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്നലത്തെ പ്രഖ്യാപനങ്ങൾ വന്നത്. ഇനി അമേരിക്കയുടെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളെല്ലാം വെനസ്വേലയിലെത്തും. അവിടെ നിന്ന് ഈ എണ്ണയെല്ലാം അമേരിക്ക കൈകാര്യം ചെയ്യും. അതിൻ്റെ ലാഭവിഹിതം കൃത്യമായി വെനസ്വേലയ്ക്കെത്തും. അങ്ങനെ തകർന്നഴിഞ്ഞ വെനസ്വേലയെ തിരിച്ചു കൊണ്ടുവരും, അവിടുത്തെ സമ്പദ്ഘടന പുഷ്ടിപ്പിക്കും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതിൽ എത്രത്തോളം നടക്കുമെന്നുള്ളത് അറിയില്ല. പക്ഷേ വരുന്ന ദിവസം അതിന് മാത്രമല്ല, അതിന് എങ്ങനെയാണ് ഈ ഒരു ട്രംപിൻ്റെ ലക്ഷ്യം അത് നടപ്പാക്കുക എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ഇപ്പോഴും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അവിടുത്തെ സൈന്യവും പാരാമിലിറ്ററിയും എല്ലാം ഇപ്പോഴും നിക്കോളാസ് മദൂറോയുടെ ഒപ്പം നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രി, അതുപോലെ ആഭ്യന്തരമന്ത്രി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോഴും വെനസ്വേലയിലുണ്ട്. മാത്രമല്ല വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അദ്ദേഹം അവിടെ ഇപ്പോഴുമുണ്ട്. അദ്ദേഹം ഉടനെ അവിടുത്തെ അധികാരം ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡെൽസി റോഡ്രിഗസും ഇപ്പോഴത്തെ ഭരണപക്ഷത്തിൻ്റെ ടീമും അതുപോലെ അവിടുത്തെ പ്രതിപക്ഷവും, അതായത് അമേരിക്കൻ സഹായമുള്ള അമേരിക്കൻ പിന്തുണയുള്ള പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്കും ഒരു സംഘർഷത്തിലേക്കും രാജ്യം കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
ആ ഒരു സാഹചര്യത്തിൽ ആണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇനി ഒരുപക്ഷെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മടങ്ങിയെത്താം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഈ നടപടി അപ്രതീക്ഷിതമാണെങ്കിലും ഇതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു തോന്നൽ ഒരു ലോക രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം പലതവണ ആ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ട്രംപ് നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുകൾ ഇയാളുടെ തീക്കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് അവസാനത്തെ കളിയായിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു സമവായത്തിന്റെ പാതയിലേക്ക് മദുറോ ഇറങ്ങി വന്നെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ എന്താ പറയുക, സിനിമയെ വെല്ലുന്ന നാടകീയതയോടെ കിടപ്പുമുറിയിൽ നിന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഒരു ഈഗോ ഇഷ്യൂ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അമേരിക്കയുടെ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ടല്ലോ. ദൃശ്യങ്ങൾ പുറത്തു വരുന്നു, അവിടെ ആളുകൾ വലിയ ആഹ്ലാദ പ്രകടനവുമായി തെരുവിലിറങ്ങുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ എന്തായിരിക്കും ഡോക്ടർ മോഹൻ വർഗീസ്? ഒരു മൾട്ടി ഡയമെൻഷണൽ പിക്ചറാണ് ഉരുത്തിരിയുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതാനും വർഷങ്ങളായി ഇങ്ങനൊരു കാര്യം ഇൻ ദ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. വെനിസ്വേലയിൽ അധികാര മാറ്റമുണ്ടാവുക. നിക്കോളാസ് മഡുറോ ഫേംലി എൻട്രഞ്ച്ഡ് ആയിരുന്നപ്പോൾ സാധിക്കുമായിരുന്നില്ല. അങ്ങനെയാണ് അവിടുത്തെ പ്രതിപക്ഷങ്ങളെ, പ്രത്യേകിച്ച് നൊബേൽ സമ്മാന ജേതാവ് മറിയ കൊറീന മച്ചാഡോ നയിക്കുന്ന ഒരു സംവിധാനം, അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു അമേരിക്ക സ്വീകരിച്ചിരുന്നത്. ആഭ്യന്തരമായ ഒരു ശിഥിലീകരണത്തിലൂടെ അവിടുത്തെ സ്ഥിതിഗതികൾ സങ്കീർണമാവുകയും പ്രതിപക്ഷത്തിന് അധികാരം ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും എന്നതായിരുന്നു ആദ്യ പദ്ധതി. അത് നടക്കാതെ നമ്മൾ 2025 24 തെരഞ്ഞെടുപ്പിൽ ജയിച്ച 25 ആദ്യം മഡുറോ വീണ്ടും മൂന്നാമതെയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അത് തീർച്ചയായും അമേരിക്കയുടെ ആരോപണങ്ങൾക്ക് അസ്തിത്വമുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു വലിയ പ്രഹസനമായിരുന്നു എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മഡുറോ വീണ്ടും അടുത്ത 5 വർഷത്തേക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ അവശേഷിച്ച ഏക വഴി എന്ന് പറയുന്നത് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഒരു 4-5 മാസം മുമ്പ് സെപ്റ്റംബർ 2025 മുതൽ തന്നെ CIA ഓപ്പറേറ്റേഴ്സ് അവിടെ സജീവമായിരുന്നു. കാരക്കസിൽ, വെനസ്വേലൻ തലസ്ഥാനത്ത് സജീവമായ പ്രവർത്തനങ്ങളിലായിരുന്നു. സമയാസമയങ്ങളിൽ മഡുറോയുടെ നീക്കങ്ങളും മറ്റും അമേരിക്ക റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നിലെ ചാലക ശക്തി എന്ന് പറയുന്നത് വെനിസ്വേലയിലെ എണ്ണ നിക്ഷേപം, വൻപൻ എണ്ണ നിക്ഷേപമാണ്. സൗദി അറേബ്യയ്ക്ക് ഉള്ള എണ്ണ നിക്ഷേപത്തെക്കാൾ ഒരുപക്ഷെ ഏതാനും ക്യൂബിക് മീറ്ററുകൾ കൂടുതൽ എണ്ണ നിക്ഷേപമുണ്ട്. അതിന്റെ 40% മാത്രമേ കണ്ടെത്തുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 2000 ആണ്ട് വരെ അല്ലെങ്കിൽ 2000 വരെയൊക്കെ ഉണ്ടായിരുന്ന ഊഷ്മളമായ അമേരിക്ക വെനിസ്വേല ബന്ധത്തിൽ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. പക്ഷേ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വന്ന 1998 ശേഷം 1999 അവിടുത്തെ ഓയിൽ ഫീൽഡുകൾ ദേശസാൽക്കരിക്കുകയാണ്. അതായത് അമേരിക്കൻ കമ്പനികൾക്കോ മറ്റ് വിവിധ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനോ എണ്ണ ഖനനത്തിനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് അമേരിക്ക ഫേസ് ചെയ്തത്. 2022 ഒരു കൂ അറ്റംപ്റ്റ് നടക്കുന്നുണ്ട് ഷാവേസിന് എതിരെ തന്നെ. 2002 അത് പരാജയപ്പെട്ടു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി അമേരിക്ക വിരുദ്ധ ഒരു കോക്കസിന്റെ ഭാഗമായി വെനിസ്വേല മാറി. വെനിസ്വേലയോടൊപ്പം തന്നെ മെക്സിക്കോയും കൊളംബിയയും പിന്നെ പല രാജ്യങ്ങളും അത്ര അമേരിക്ക സൗഹൃദ നിലപാടല്ല സ്വീകരിച്ചത്. അങ്ങനെയെങ്കിൽ 2 നൂറ്റാണ്ട് മുൻപുള്ള മൺറോ ഡോക്ട്രിന്റെ ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നൊരു അമേരിക്കൻ ചിന്തയുണ്ടായി. അതായത് മൺറോ ഡോക്ട്രിൻ എന്ന് പറയുന്നത് അമേരിക്കകൾ, അതായത് വടക്കൻ അമേരിക്കൻ കോണ്ടിനെന്റ്, തെക്കൻ അമേരിക്കൻ കോണ്ടിനെന്റ്, ഈ 2 പ്രദേശങ്ങളിലും വൈദേശിക ശക്തികൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ ശക്തികളോ ബാഹ്യ ശക്തികളോ ഇടപെടാൻ പാടില്ല. അങ്ങനെയാണ് സ്പാനിഷ് പോർച്ചുഗീസ് കൊളോണിയലിസം അവിടെ അവസാനിക്കുന്നത്. അങ്ങനെയാണ് മൺറോ ഡോക്ട്രിൻ. ആ മൺറോ ഡോക്ട്രിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ വീണ്ടും കാണാം. 1823 മൺറോ ഡോക്ട്രിൻ നിലവിൽ വന്നത്. പക്ഷേ അപ്പൊ അതനുസരിച്ച് ഇവിടെ ഷാവേസിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ മഡുറോയുടെ നേതൃത്വത്തിലുള്ള വെനിസ്വേല ചൈനയോട് വളരെ അടുത്ത് നിൽക്കുന്നു, റഷ്യയോട് വളരെ അടുത്ത് നിൽക്കുന്നു. അവരുടെ ചങ്ങാത്തം ക്യൂബയോടാണ്. ക്യൂബ അമേരിക്ക വിരുദ്ധ നിലപാടാണ് എക്കാലത്തും. അതുപോലെ നോർത്ത് കൊറിയയോട്, ഇറാനോട്, അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇറാനോട്, അങ്ങനെയുള്ള രാജ്യങ്ങളോട് ചങ്ങാത്തമുള്ള വെനിസ്വേലൻ ഭരണകൂടത്തെ ഏതെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അട്ടിമറിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ ന്യായമായ ഒരു കാരണം കണ്ടെത്തണം. അങ്ങനെയാണ് ലഹരി കടത്ത്. അമേരിക്കയെ ബാധിച്ച വലിയൊരു ക്യാൻസറാണ് ലഹരി.
ലഹരി പടർന്നു പിടിക്കുമ്പോൾ വലിയ തോതിലാണ് അമേരിക്കൻ യുവത്വം ലഹരിക്ക് അടിമയാകുന്നത്. അതെല്ലാം തന്നെ കാർട്ടലുകളുടെ ലാറ്റിൻ അമേരിക്കൻ കേന്ദ്രീകൃത, അത് കൊളംബിയയിലാണ് കൂടുതലും ഉള്ളത്. വെനിസ്വേലയിലും മറ്റ് രാജ്യങ്ങൾ നിക്കറാഗ്വയിലും എൽ സാൽവഡോറിലും ഗാറ്റിമാലയിലും ഒക്കെ ലഹരി കാർട്ടലുകളുണ്ട്. ഈ ലഹരി കാർട്ടലുകളെ എല്ലാം തന്നെ സംയോജിപ്പിച്ച് നിർത്തുന്ന കിങ് പിൻ എന്ന് പറയുന്നത് നിക്കോളാസ് മദുറോ ആണെന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്യുകയും അദ്ദേഹത്തെ അമേരിക്കയുടെ നീതി സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന അമേരിക്കയുടെ വിശാലമായ പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത്. നോക്കൂ, വളരെ അപകടകരമായ ഒരു കാര്യമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളും അവരെ സഹായിക്കുന്ന രാഷ്ട്ര തലവന്മാരും നേതാക്കളും അമേരിക്കൻ നിയമ സംവിധാനത്തിന് മുന്നിൽ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യപ്പെടണം എന്നത് അമേരിക്കൻ നിയമമായി മാറിയിരിക്കുന്നു. ഇത് നിയമവിധേയമാണ്. അമേരിക്കയുടെ നിയമം അനുസരിച്ച് വിദേശ രാജ്യത്ത് കടന്നു ചെന്ന് അമേരിക്കയ്ക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന, അത് ഡ്രഗ്സിലൂടെ ആണെങ്കിൽ പോലും സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു നേതാവിനെ പിടിച്ചുകൊണ്ടുവന്ന് അമേരിക്കൻ നിയമം അനുസരിച്ച് വിചാരണ ചെയ്ത് വേണമെങ്കിൽ വധിക്കുകയോ അല്ല എങ്കിൽ നാട് കടത്തുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു നിയമപരമായ പരിരക്ഷ അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ട് ഇത് കോൺഗ്രഷണൽ സപ്പോർട്ടോടു കൂടിയാണോ ഇത് ചെയ്തത് എന്ന ഒരു സംശയമുണ്ട്. കോൺഗ്രസിന്റെ തീരുമാനം അതുണ്ടായില്ല. പ്രസിഡന്റ് സ്വന്തം നിലയിൽ തന്നെ ആസൂത്രണം ചെയ്തൊരു കാര്യമാണ്. മാസങ്ങളുടെ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായി. പക്ഷേ ഇതിന്റെ പിന്നിലെ ചേതോവികാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊളംബിയ, ആ ലാറ്റിൻ അമേരിക്കൻ പ്രദേശത്ത് പ്രത്യേകിച്ച് വെനിസ്വേലയിലെ എണ്ണ നിക്ഷേപത്തിൽ ഒരു കണ്ണുണ്ട്. അതായത് അമേരിക്ക ഈസ് ടേക്കിംഗ് ഓവർ വെനിസ്വേല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വ്യക്തമായി പറഞ്ഞു, വി ഹാവ് ടേക്കൺ ഓവർ വെനിസ്വേല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെനിസ്വേല അമേരിക്ക പിടിച്ചടക്കിയിട്ടൊന്നുമില്ല. വെനിസ്വേലയിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആണ് അധികാരത്തിൽ. അത് സ്വാഭാവികമാണ്. വെനിസ്വേല ഭരണഘടനയുടെ 233 അനുച്ഛേദം അനുസരിച്ച് പ്രസിഡന്റ് പദത്തിൽ ഒഴിവ് വന്നാൽ, അദ്ദേഹം രാജിവെച്ചാലോ മരണപ്പെട്ടാലോ തട്ടിക്കൊണ്ടുപോകപ്പെട്ടാലോ എന്ത് സംഭവിച്ചാലും വൈസ് പ്രസിഡന്റ് വിൽ ടേക്ക് ഓവർ. അപ്പൊ അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ വെനിസ്വേലയിൽ തെരഞ്ഞെടുപ്പ് നടക്കണം വിദേശയുടെ നിയമം അനുസരിച്ച്. അതിനുള്ള സാഹചര്യമുണ്ടോ എന്നറിയില്ല. കാരണം ശക്തമായ ഒരു പ്രതിപക്ഷം അവിടെയുണ്ട്. നമുക്കറിയാമല്ലോ, നൊബേൽ സമ്മാന ജേതാവ്, അത് ട്രംപ് ആഗ്രഹിച്ചിരുന്ന സമ്മാനമാണ്. അത് കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ നോർവീജിയൻ സമാധാന കമ്മിറ്റി അത് പ്രഖ്യാപിച്ചത് മറിയ കൊറീന മച്ചോഡോയ്ക്കാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. ആ ലേഡി ഇപ്പോൾ നൊബേൽ സമ്മാനം വാങ്ങാനായി നോർവീജിയൻ തലസ്ഥാനമായ ഓസ്ലോയിൽ എത്തി. അവിടെ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അവരെ തിരിച്ചു കൊണ്ടുവന്ന് അധികാരം ഏൽപ്പിക്കാനാവും ഒരുപക്ഷെ ട്രംപിന്റെ ഒരു നീക്കം. അല്ല എങ്കിൽ അവിടെ ഓൾറെഡി എക്സ്റ്റൈൽഡ് ആയ പ്രതിപക്ഷ നേതാവ് എഡ്മണ്ടോ ഗോൺസാലസ് യുറുട്രിയ എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹത്തെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് വെനിസ്വേലയുടെ ഭരണം ഏൽപ്പിക്കാം. അതുവരെ താൽക്കാലികമായ ഒരു സംവിധാനം തുടരട്ടെ എന്നതാകാം. പക്ഷേ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹത്തിനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങിയിരിക്കുന്നു. കാരണം ഡെൽസി റോഡ്രിഗസ് മഡൂറോ അനുകൂലിയാണ്. ഹ്യൂഗോ ഷാവേസ് അനുകൂലിയായി ബസ് ഡ്രൈവറായിരുന്ന നിക്കോളാസ് മഡൂറോ വന്നതുപോലെ മഡൂറോ അനുകൂലിയായ ഡെൽസി റോഡ്രിഗസ് അവിടെ നന്നായി പിടിമുറുക്കുകയും അവിടുത്തെ സംവിധാനം കടുത്ത ആന്റി അമേരിക്കൻ ഒരു സെന്റിമെന്റ് അവിടെ വരികയും ചെയ്താൽ ഒരു സിവിൽ വാറിലേക്ക് നീങ്ങാം. പിന്നത്തെ ഓപ്ഷൻ സൈനികമാണ്. സൈനിക നടപടി അവിടെ ആഭ്യന്തരമായി വെനിസ്വേലൻ സൈന്യത്തെ അമേരിക്ക വരുതിയിലാക്കുകയും ആ സൈനിക അട്ടിമറിയിലൂടെ ഒരു നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്താൽ പക്ഷെ വീണ്ടും ഒരു ലോങ് ടേം സിവിൽ റെസിസ്റ്റൻസിലേക്ക് അത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി അതിന്റെ ഒരു ആഗോളതലത്തിലുള്ള ഇംപ്ലിക്കേഷൻസ്, പ്രതിഫലനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് അവിടുത്തെ എണ്ണ കമ്പനികളിലേക്ക്, എണ്ണ നിക്ഷേപത്തിലേക്ക് അമേരിക്കയുടെ ഒരു കൈയെത്തുന്നു. അങ്ങനെയെങ്കിൽ ചൈനയുമായുള്ള വെനസ്വേലയുടെ സൗഹൃദമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ച ഒരു കാരണം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. കാരണം പ്രത്യേക പ്രതിനിധിയുമായുള്ള ഫോട്ടോ പങ്കുവെച്ചതിന് തൊട്ട് പിന്നാലെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയിലടക്കം ക്രൂഡ് ഓയിൽ വില കൂടുന്നതിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവില്ലേ? എന്തായിരിക്കും ഇതിന്റെ ആഗോളതലത്തിലുള്ള പ്രതിഫലനം? ആഗോള എണ്ണ വിപണി ചൂട് പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആഗോള എണ്ണ വിപണിയുടെ ഏതാണ്ട് 1% സാന്നിധ്യമേ വെനിസ്വേലയ്ക്കുള്ളൂ. പക്ഷേ വെനിസ്വേലയിൽ ഇപ്പോൾ നടന്നത് ലോക മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ഒന്നാണ്. കാരണം ഇന്ന് വെനിസ്വേലയിൽ നടന്നത് നാളെ എണ്ണ സമ്പന്നമായ ഏത് രാജ്യത്തും സംഭവിക്കാം. അതുകൊണ്ട് വളരെയധികം ഒരു ജിറ്ററി റെസ്പോൺസ് ആണ് ഓയിൽ പ്രൊഡ്യൂസിംഗ് വേൾഡ്. ഒപെക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മിക്കതും അമേരിക്ക അനുകൂല നിലപാടാണ്. സൗദി അറേബ്യയും കുവൈറ്റും
അതുപോലെയുള്ള UAE ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വ പ്രദേശത്തെ എണ്ണ ഉൽപാദന രാജ്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് അമേരിക്കയുടെ തിട്ടൂരങ്ങളെ ശിരസാ വഹിക്കുന്ന അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. അല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. അതിനെതിരെ നിൽക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾക്കറിയുന്ന കാര്യവുമാണ്. ഇറാനിലും ഒരു ഭരണ മാറ്റമുണ്ടാക്കാനും ഷാ പഹലവി രണ്ടാമന്റെ മകനെ തിരിച്ചു കൊണ്ടുവന്ന് റിസ പഹലവിയെ ഇറാനിൽ എത്തിച്ച് ഭരണകൂട മാറ്റം സാധ്യമാകുമോ എന്ന ആലോചനയിലാണ് ട്രംപ്. അതിനെതിരെ അതിശക്തമായ അയത്തുള്ള അലി ഖൊമൈനിയുടെ പ്രസ്താവനയും കഴിഞ്ഞ ദിവസം വന്നു. അതുകൊണ്ട് അമേരിക്ക വിരുദ്ധമായ എണ്ണ സമ്പന്നമായ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ശക്തമായ ഭരണ മാറ്റത്തിനുള്ള കാര്യവും അവിടെയൊക്കെ ആഭ്യന്തരമായ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക വിരുദ്ധത ആളിക്കെത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് നേരത്തെ ശ്രീജ ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യമാണ്, ആഗോള സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ അമേരിക്ക പറയുന്നത് റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ ഉറപ്പുവരുത്താനായി തങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ? ചില നിയമങ്ങൾ, ചട്ടങ്ങൾ, ആഗോള ചട്ടങ്ങൾ, അതൊരു ധാരണ മാത്രമാണ്. പക്ഷെ ഇവിടെ ആ ധാരണകൾ, ആഗോള റൂൾസ് എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നത് അദൃശ്യമായ ഈ നിയമങ്ങൾ, ഒരു ഹൈറാർക്കി, വേൾഡ് ഹൈറാർക്കി ഇപ്പോൾ സൃഷ്ടിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് എവിടെയും എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ഇടപെടാം. അത് അമേരിക്കൻ നിയമം അനുസരിച്ച് നിയമവിധേയവുമാണ്. അങ്ങനെയെങ്കിൽ റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡറിന് വേണ്ടി തങ്ങൾ ഇതാ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു, ലോകത്തെ മുഴുവൻ ജനാധിപത്യവൽക്കരിക്കാൻ ഞങ്ങളുടെ ബർഡനാണ്. പണ്ട് പറയുമായിരുന്നല്ലോ, വൈറ്റ് മാൻസ് ബർഡൻ. ഇതുപോലെ ഇപ്പോൾ അമേരിക്ക പറയുന്നു, ഇറ്റ് ഈസ് അവർ ബർഡൻ ടു ഡെമോക്രറ്റൈസ് ദ വേൾഡ്. സദ്ദാം ഹുസൈനെ പുറത്താക്കിയില്ലേ? സമാനമായ ഒരു കാര്യമല്ലേ പറഞ്ഞ സദ്ദാം ഹുസൈനെതിരെ മനുഷ്യാവകാശം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അമേരിക്ക ഉയർത്തിക്കാട്ടി ഇത് ലോകത്തിന് വേണ്ടി ചെയ്യുന്ന വലിയ സേവനം എന്ന രീതിയിൽ കൂടി അതിനെ മുന്നോട്ട് വെക്കുക കൂടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം, ഐറണി മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അത് ലോകത്തിന് മുന്നിൽ തെളിഞ്ഞു വരുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഇത്ര വിശദമായി ഈ വിഷയങ്ങൾ വിശകലനം ചെയ്ത് പറഞ്ഞതിന്. എന്തായാലും ഇത് വലിയൊരു രീതിയിൽ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ആശങ്കയുണ്ട്. അവരൊക്കെയും ഇങ്ങനെ ഒരു ഭീഷണി മുന്നിൽ കാണുന്നുണ്ട്. എന്തെങ്കിലും അവിടെ അമേരിക്കയ്ക്കെതിരായ കാര്യം നടക്കുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചാൽ അമേരിക്കയ്ക്ക് അവിടെ കടന്നു കയറാം. പ്രസിഡന്റിനെ കിടപ്പുമുറിയിൽ നിന്നടക്കം തട്ടിക്കൊണ്ടുപോയി സ്വന്തം നാട്ടിലെത്തിച്ച് അവിടുത്തെ കോടതിക്ക് മുന്നിൽ വിചാരണ നടത്താനുള്ള റൈറ്റ് അമേരിക്കൻ ഭരണകൂടത്തിന് അവിടുത്തെ നിയമം നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതെവിടെയും സംഭവിക്കാമെന്നൊരു ഒരു ഒരു പ്രതീതി ആഗോളതലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. നിക്കോളാസ് മദുറോയെ ഇന്നലെ ഈ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ദിയാക്കിയതുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ പരാമർശങ്ങളേറെ ശ്രദ്ധേയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വെനസ്വേല ഇനി തൽക്കാലം അമേരിക്ക ഭരിക്കും എന്നതാണ്. ഇതിനിടെ വെനസ്വേലയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വെനസ്വേലയിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. വെനസ്വേലയിൽ ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇനി മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിങ്ങിൽ വൻ തീപിടുത്തം. 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിങ്ങിലാണ് തീ പടർന്നു പിടിച്ചത്. നിരവധി ബൈക്കുകൾ കത്തി നശിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഇരുചക്ര വാഹന പാർക്കിംഗ് സ്ഥലത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അല്പം മുൻപത്തെ കാഴ്ചകളാണ്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ വലിയൊരു തീപിടുത്തം, വലിയൊരു അപകടം. നമുക്കറിയാം, ഒരു റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് എത്രത്തോളം ഇരുചക്ര വാഹനങ്ങൾ സാധാരണഗതിയിൽ പാർക്ക് ചെയ്യാറുണ്ട്. ഈ ട്രെയിനിൽ വരുന്നവരും പോകുന്നവരും അടക്കം അവിടെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ആ ബൈക്ക് പാർക്കിങ്ങിലാണ് തീപിടുത്തമുണ്ടായത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി. സുവി, മറ്റപകടങ്ങൾ ഇല്ലെന്ന് കരുതുന്നു. അപ്പോൾ പോലും എത്ര ബൈക്കുകൾ കത്തി നശിച്ചു എന്ന് അടക്കം പറയാൻ കഴിയില്ല.
ആ തീ കണ്ടിട്ട് അത്രയേറെ ആശങ്ക ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എപ്പോഴായിരുന്നു ഈ സംഭവം? സൂചിപ്പിച്ചതുപോലെ ആളപായങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളപായമില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ വലിയൊരു ദുരന്തം തന്നെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ അഗ്നിബാധയാണ് ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് ഈ ഒരു അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ഒരു പാർക്കിംഗ് ഏരിയയുണ്ട്. അവിടെ നിരവധി ബൈക്കുകൾ പാർക്ക് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ഈ ട്രെയിനിൽ വന്നു പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പാർക്ക് ചെയ്ത ബൈക്കുകളാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃക്സാക്ഷികൾ പറയുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏതാണ്ട് 500ഓളം ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ചില ജീവനക്കാരുണ്ടായിരുന്നു. ആ ജീവനക്കാരാണ് പറയുന്നത് 500ഓളം ബൈക്കുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോകുന്നവരുടെ വാഹനമായതുകൊണ്ട് തന്നെ അതിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആഘാതം ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എന്താണ് അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിരവധി യൂണിറ്റ് ഫയർഫോഴ്സുകൾ എത്തിക്കൊണ്ട് തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള ഒരു അഗ്നിബാധയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണെങ്കിൽ കൂടി നിരവധി വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ അല്ലെങ്കിൽ നിരവധി വാഹനങ്ങൾക്കാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ബൈക്ക് പാർക്കിങ്ങിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സമീപത്ത് ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈനിൽ നിന്നാണ് തീ പടർന്നത് എന്നും ദൃക്സാക്ഷി പറയുന്നുണ്ട്. അവിടെ നിന്ന് ഒരു തീപ്പൊരി താഴെ ഇരിക്കുന്ന ബൈക്കിലേക്ക് വീഴുകയും ആ ബൈക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയതായിരുന്നു. ആ കവറിലേക്ക് വീഴുകയും അത് കത്തുകയുമാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷി പറയുന്നത്. ഏതായാലും കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള ഒരു ഷെഡ് അവിടെ ഉണ്ടായിരുന്നു. ആ ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ആ ഷെഡിൽ മാത്രം ഉണ്ടായിരുന്നത് 600ഓളം ബൈക്കുകളാണ് എന്നാണ് പറയുന്നത്. ഏതായാലും വലിയ ദുരന്തമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. സമീപത്തുണ്ടായിരുന്ന ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിനും വലിയ തോതിലുള്ള മരത്തിലേക്കും തീ പടർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ സിഗ്നൽ റൂമിലേക്ക് തീ പടരുന്നത് തടയാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ ദുരന്തമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞുവെങ്കിലും പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. നിരവധി യൂണിറ്റ് ഫയർഫോഴ്സുകൾ എത്തി ശ്രമം തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശ്രീജ, സുവീത് 2ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വലിയ രീതിയിൽ ആശ്വാസമായെന്ന് തോന്നുന്നു. ഈ ഒരു മെയിൻ ബ്ലോക്കിനോട് ചേർന്നോ മറ്റോ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാനാവുന്നതിലും വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. ശ്രീജ, ഇത് 2ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ബൈക്ക് പാർക്കിംഗ് ഏരിയയാണ്. ഇതിലേറെ ആശ്വാസകരം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് തീ പടർന്നിട്ടില്ല എന്നതാണ് ഏറെ ആശ്വാസകരം. ഈ പ്ലാറ്റ്ഫോമും പ്രത്യേകിച്ചും ഈ ബൈക്ക് പാർക്കിംഗ് ഏരിയയും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഭാഗ്യം കൊണ്ട് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ തീ പടർന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അത് പടർന്നിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം ഇതിലും വലിയതാകുമായിരുന്നു. നിരവധി പേരാണ് ഈ സമയത്ത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കയറാനും മറ്റുമായി എത്തുന്നത്. നിരവധി തീവണ്ടികൾ കടന്നു പോകുന്ന പാത കൂടിയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ. ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ വലിയ തോതിലുള്ള ഒരു തീപിടുത്തം ഇന്ന് രാവിലെ 6:30യോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഒരു ഇലക്ട്രിക് ലൈനിൽ നിന്ന് തീപ്പൊരി താഴോട്ട് വീഴുകയും ആ തീപ്പൊരി ബൈക്കിൽ കത്തുകയും അങ്ങനെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുമാണ് പറയപ്പെടുന്നത്. ഏതായാലും വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീജ, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ബൈക്ക് പാർക്കിങ്ങിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാണ്, പക്ഷെ പൂർണ്ണമായും അണച്ചിട്ടില്ല. പക്ഷേ ആശ്വാസകരമായ കാര്യം ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യവും ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നതാണ് ആശ്വാസകരം. മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മലയാളി കുടുംബത്തിലെ 4 പേർ മരിച്ചു. മഞ്ചേരി വെള്ളില സ്വദേശി നടുവത്ത് കളത്തിൽ അബ്ദുൾ ജലീൽ, ഭാര്യ തസ്ന തോടേങ്ങൽ, മകൻ നടുവത്ത് കളത്തിൽ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് കാക്കേങ്ങൽ എന്നിവരാണ് മരിച്ചത്. 7 പേർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു
അപകടം. ജലീലിന്റെ മക്കളായ നൂർ, ആയിഷ, ഫാത്തിമ എന്നിവരെ പരിക്കുകളോടെ മദീനയിലെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇറാനിൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം വ്യാപിക്കുന്നു. 8ാം ദിവസത്തിലേക്ക് കടക്കുന്ന പ്രതിഷേധത്തിന് കൂടുതൽ ജനപിന്തുണ ലഭിക്കുകയാണ്. അതിനിടെ സമരക്കാർക്കെതിരെ പ്രകോപനപരമായ നിലപാടാണ് അയത്തുള്ള അലി ഖംനേയി സ്വീകരിക്കുന്നത്. പ്രതിഷേധക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അടിച്ചമർത്തുകയാണ് വേണ്ടതെന്നാണ് ഖമനേയിയുടെ പ്രതികരണം. അമേരിക്കയോ ഇസ്രയേലോ ആണ് പ്രതിഷേധക്കാർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഖമനേയി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. കൂടുതൽ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ വീണ്ടും കാണുന്ന തരത്തിൽ ഒരു സാഹചര്യം. പക്ഷേ അതിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടോ എന്നതാണ് ശ്രദ്ധേയം. ഇന്നലെയും ഖമനേയി പറയുന്നത് അഫ്ഗാനിൽ എന്താണ് സംഭവിച്ചതെന്ന് അമേരിക്ക മറക്കണ്ട, തീക്കളിയാണെങ്കിൽ അതിനുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നിപ്പോൾ ജനങ്ങൾക്ക് നേരെയും ആ തരത്തിൽ ഇത് അടിച്ചമർത്തപ്പെടേണ്ട പ്രക്ഷോഭം എന്ന രീതിയിൽ നിലപാടെടുക്കുകയാണ്. ഇറാനിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ശ്രീജ, ഇറാനിൽ ചെറിയ രീതിയിലൊരു വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ തുടങ്ങി അതിപ്പോൾ 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയൊരു പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ 42 പ്രൊവിൻസുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു പ്രതിഷേധമായി, ഒരു പ്രക്ഷോഭമായി തന്നെ ആ ഒരു സമരം മാറുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ അവിടുത്തെ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇപ്പോൾ ഇന്നലെ ഖമനേയി പറയുന്നത് സമരക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അടിച്ചമർത്തുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നു. അതായത് സമരത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് അവിടുത്തെ ഭരണകൂടം സ്വീകരിക്കുന്നു എന്നുള്ളത്. നേരത്തെ നമുക്കറിയാം 2022 മഹ്സ അമിനി എന്ന് പറയുന്ന യുവതി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ആ രാജ്യത്തുണ്ടായ സംഘർഷങ്ങളും സമരങ്ങളും അതിനുശേഷം അത് അടിച്ചമർത്താൻ ഭരണകൂടം നടത്തിയ ഇടപെടലുകളൊക്കെ നമുക്കറിയാം. അതിന് സമാനമായ അല്ലെങ്കിൽ അതിനും കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. സമരക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് ഖമനേയി ഭരണകൂടം ഒഴിഞ്ഞു പോകണം, പകരം ഷാ ഭരണകൂടം അവിടെ തിരികെ എത്തണം. ജാവേദ് ഷാ പഹ്ലാവി അദ്ദേഹത്തെ അവിടെ അധികാരത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് ഈ സമരക്കാരുടെ ആവശ്യം. ഈ സമരക്കാർ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സമരക്കാർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ സമരക്കാരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിശക്തമായ രീതിയിൽ അമേരിക്ക ഇടപെടുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന നേരത്തെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു സമരത്തിന് പിന്നിൽ ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഖമനേയി ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയരുന്നത്. 1979 ഇത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഷാ ഭരണകൂടത്തെ ഖമനേയി, പ്രതിപക്ഷത്തിലുണ്ടായിരുന്ന ഖമനേയി സമരത്തിലൂടെ അട്ടിമറിക്കുന്നതും പിന്നീട് അവിടെ ഖമനേയി ഭരണകൂടം വരുന്നതും മത നിയമം ഇറാനിൽ നടപ്പിലാക്കുന്നതും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രക്ഷോഭം രാജ്യത്ത് 1979 ശേഷം 2025 അവിടെ ഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അത് 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏത് തരത്തിൽ ഭരണകൂടം ഇടപെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇപ്പോൾ അവിടെ അമേരിക്കയിലുള്ള പെഹ്ലാവി, റീസ പെഹ്ലാവിയൊക്കെ ഈ ഒരു സമരക്കാർക്ക് അനുകൂലമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വെനസ്വേലയിൽ നമ്മൾ കണ്ടതുപോലെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ച് ഇറാനും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലേക്കും ഒരു കണ്ണ് അമേരിക്കയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ ചെറുതും വലുതുമായിട്ടുള്ള എണ്ണ രാജ്യങ്ങളെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണാധികാരികളെ ആ രാജ്യത്തെത്തിക്കുക എന്നുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭമാണോ ഇറാനിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ചോദ്യം. ഇറാന്റെ ഭാഗത്തുനിന്ന് അവർ ആരോപിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ, ഈ 2 രാജ്യങ്ങളിൽ ഏതോ ഒരു രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി നടക്കുന്ന പ്രക്ഷോഭമാണ് ഇറാനിൽ നടക്കുന്നത്. അതിനെ അടിച്ചമർത്തുകയല്ലാതെ ഈ സമരക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഖമനേയി കഴിഞ്ഞ ദിവസം പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ വെനസ്വേലയിൽ നടന്നതുപോലെ എന്തെങ്കിലും ഇറാനിൽ നടക്കുമോ എന്നുള്ളത് നമുക്ക് കരുതാൻ വയ്യ. കാരണം വെനസ്വേല അല്ല ഇറാനിൽ അതിശക്തമായ രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. അവർ
ആണവ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു കടന്നുകയറ്റം അമേരിക്ക പ്രത്യക്ഷമായി നടത്തിയാൽ അതിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമനയി തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം 2025 ഖമനയെ വകവരുത്താനുള്ള നീക്കം അമേരിക്ക നടത്തിയതാണ്. പക്ഷേ അത് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അത് പിന്നീട് ആ പദ്ധതി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. പകരം അവിടുത്തെ ആണവ നിലയങ്ങളെല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ അതിലും വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 2025 മറ്റൊരു പദ്ധതിയിലൂടെ 2026 മറ്റൊരു പദ്ധതിയിലൂടെ ഇറാന്റെ ഭരണകൂടത്തെ താഴെ ഇറക്കി തങ്ങൾക്ക് താല്പര്യമുള്ള ഷാ ഭരണകൂടത്തെ അവിടെ അധികാരത്തിലെത്തിക്കുക, അങ്ങനെ ഇറാനിലും തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഭരണം ഇറാനിലും നടക്കണം. അങ്ങനെ ലോകരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ, എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ അമേരിക്ക നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇറാനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വെനസ്വേലയെ നമ്മൾ കാണേണ്ടതാണ്, ലാറ്റിൻ അമേരിക്കയും കാണേണ്ടതാണ്. വെനസ്വേലയിൽ ആക്രമണം നടത്തി കഴിഞ്ഞ ശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ക്യൂബയിലും കൊളംബിയയിലും ഇത്തരത്തിലുള്ള ചില പദ്ധതികൾ തങ്ങൾ കാണുന്നുണ്ട്. അത് ഉടനെ ഉണ്ടാകില്ലെങ്കിൽ പോലും ഒരുപക്ഷെ സമീപ ഭാവിയിൽ അമേരിക്കയ്ക്ക് ചില ഇടപെടലുകൾ നടത്തേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ഇതേ ഇടപെടൽ ഇറാനിൽ നടക്കുന്നു. അങ്ങനെ അമേരിക്ക ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായിക്കൊണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ അവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിൽ പോയി എന്തും ചെയ്യാമെന്നുള്ളൊരു നിലയിലേക്ക് അമേരിക്ക വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും വെനസ്വേലയിൽ ഇത്തരം വലിയൊരു ആക്രമണം ഉണ്ടായിട്ടും അതിനെതിരെ ചെറുത്തു നിൽക്കാൻ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഭാവിയിൽ ഒരു പക്ഷേ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുതിരാൻ അമേരിക്കയ്ക്ക് ഇതൊരു സഹായകരമായി മാറുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷം ഇസ്രായേലുമായി വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുന്നു, അമേരിക്ക ഇടപെടുന്നു. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രോക്സികളെല്ലാം ശക്തിയില്ലാതെ എല്ലാം ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾ തന്നെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം. അതിന് അമേരിക്കയുടെ പിന്തുണ കിട്ടുന്നു. സ്വന്തം ജനങ്ങളായതുകൊണ്ട് തന്നെ എത്രത്തോളം അവർക്ക് അടിച്ചമർത്താൻ പറ്റും, അവിടുത്തെ ഭരണകൂടത്തിന് അവർക്കെതിരെ എന്തെല്ലാം നടപടി എടുക്കാൻ കഴിയുമെന്നുള്ളത് വലിയ അവർക്ക് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കയാണ്. കാരണം വലിയ രീതിയിൽ ഈ ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടായാൽ അത് വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഖമനയുടെ ഭരണകൂടത്തിന് അധികനാൾ അവിടെ തുടരാനാകില്ല. കാരണം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളടക്കം ഇറാനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുണ്ടായ ഈ പ്രശ്നം ഏത് തരത്തിൽ പരിഹരിക്കും എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് മുന്നോട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയാം നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായ അതേ സംഭവം ഇറാനിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൂടി ഒരുപക്ഷെ ഇറാൻ ഉണ്ടാവും. പക്ഷേ അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ ഒരു വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം എന്നൊക്കെയുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അത് നിയന്ത്രണാതീതമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. 10 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അതിനിടയിലാണ് പ്രതിഷേധത്തിന് ജനപിന്തുണയേറുന്നതും സമരക്കാരെ പ്രക്ഷോഭകാരികളെ നിലയ്ക്ക് നിർത്തണമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയി നിർദ്ദേശിച്ചിരിക്കുകയും ചെയ്തത്. എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ നിയന്ത്രണാതീതമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇടപെടുമെന്ന മുന്നറിയിപ്പ് ഒരു 3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്ക നൽകിയതാണ്. സമാധാനപരമായി സമരം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇറാനിൽ ഇടപെടുമെന്നായിരുന്നു അന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം. എന്തായാലും 2022 നമ്മൾ കണ്ടിട്ടുള്ള ഇറാനിൽ കണ്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ആ രാജ്യത്ത് അരങ്ങേറുന്ന ഏറ്റവും വലിയ പ്രതിഷേധ പരമ്പരയാണ് ഇപ്പോൾ കാണുന്നത്. തൊണ്ടി മുതൽ കൃത്രിമ കേസിൽ ആന്റണി രാജു ഉടൻ അപ്പീൽ നൽകും. കൂട്ടുപ്രതി KS ജോസും അപ്പീൽ നൽകും. അപ്പീൽ നൽകാൻ 1 മാസത്തെ സമയം അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇന്നലെ ജാമ്യം നൽകിയത്. അപ്പീലിലൂടെ അനുകൂല വിധി നേടിയില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ 6 വർഷത്തേക്ക് ആന്റണി രാജുവിന് മത്സരിക്കാനാവില്ല. ലഹരി മരുന്ന് കേസിൽ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയ കേസിൽ ആന്റണി രാജുവിന് 3 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 എന്ന പേരിട്ട ദ്വിദിന ക്യാമ്പിന് ഇന്ന് വയനാട്ടിൽ തുടക്കമാവും. സംസ്ഥാനത്ത് 200ഓളം കോൺഗ്രസ് നേതാക്കൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. KC വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമാണ് ആദ്യ സെഷനിലെ ചർച്ച. ജയരാജ് ബത്തേരി വിവരങ്ങളുമായി ചേർന്നു. ജയരാജ്, കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മുൻതൂക്കം, അതിൻ്റെ ഒരു എനർജി അതൊക്കെയുണ്ട്.
ആ ഘട്ടത്തിൽ ഇനി അടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് പ്രധാന ലക്ഷ്യം. എന്തൊക്കെയാണ് ക്യാമ്പ് എങ്ങനെയൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി KPCCയുടെ നേതൃത്വത്തിൽ ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റ് ദ്വിദിന ക്യാമ്പ് ഇന്നും നാളെയുമായിട്ടാണ് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്നത്. വയനാട് സുൽത്താൻ ബത്തേരിയുള്ള സപ്ത കൺവെൻഷൻ സെന്ററിലാണ് ഈ ദ്വിദിന ക്യാമ്പ് നടക്കുന്നത്. മിക്കവാറും നേതാക്കളെല്ലാം തന്നെ ഇന്നലെ രാത്രിയോടെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ എത്തിയിരുന്നു. ബാക്കിയുള്ളവർ ഇന്ന് രാവിലെയോടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ MP പ്രിയങ്ക ഗാന്ധി എത്താൻ സാധ്യത ഇല്ലെന്നാണ് അറിയുന്നത്. ഇന്ന് രാവിലെ 9:30 പതാക ഉയർത്തിയ ശേഷം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തോടെ ദ്വിദിന ക്യാമ്പിന് തുടക്കമാകും. കോൺഗ്രസിന്റെ ഒരു വിശാല സമ്മേളനം എന്ന് തന്നെ നമുക്ക് ഈ ക്യാമ്പിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ സന്തോഷത്തോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ KPCC പ്രസിഡന്റുമാർ തുടങ്ങി നേതൃത്വം നൽകും. ഏതാണ്ട് 200-നടുത്ത് നേതാക്കളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ക്യാമ്പിൽ വിവിധ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരായ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യോഗം രൂപം നൽകും. അതുപോലെ തന്നെ വിലക്കയറ്റം, ഭരണസ്തംഭനം, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമ രൂപം നൽകാനും ഈ ഒരു ക്യാമ്പ് വേദിയാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും സംസ്ഥാന തലത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടത്തുന്നതോടൊപ്പം സംഘടനാ വിഷയങ്ങളും യോഗം വിശദമായി ചർച്ച ചെയ്യും. നാളെ വൈകുന്നേരം 3-ന് നടക്കുന്ന സമാപന സമ്മേളനത്തോടെയാണ് ക്യാമ്പ് അവസാനിക്കുക. ശ്രീജ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ്. കൂടുതൽ സീറ്റുകൾ വേണമെന്ന ലീഗിന് ആഗ്രഹമുണ്ടെന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഇക്കാര്യമാണ്. UDFുമായുള്ള ചർച്ച ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറെടുക്കുകയാണ്. PV അൻവറിന് സീറ്റ് നൽകുന്നത് ലീഗിന്റെ ഉത്തരവാദിത്വമല്ലെന്നും പാർട്ടി നേതൃത്വം നിലപാടെടുക്കുന്നു. വെള്ളാപ്പള്ളിയെ കേരള സമൂഹം മാറ്റി നിർത്തിയെന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണെന്ന സാദിഖ് അലി തങ്ങളുടെ വാക്കുകളും നിലവിലെ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് അത് തന്നെ ആയിരിക്കുമല്ലോ. ഏത് പാർട്ടിയും കൂടുതൽ സീറ്റിൽ മത്സരിക്കണം, ജയിച്ച സീറ്റ് ഉണ്ടാവും, പിന്നെ വേറെയും സീറ്റുകൾ മത്സരിക്കണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ചർച്ചകളിൽ അത് ഉന്നയിക്കുന്നതാണ്. ആദ്യമായിട്ട് UDFുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ UDFുമായുള്ള ചർച്ച ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചക്കകം അത് പൂർത്തീകരിക്കും. പിന്നെ ലീഗ് പിന്നെ ഞങ്ങൾ പാർലമെൻ്ററി ബോർഡ് കൂടിയിട്ട് സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തും. തൃശൂർ മറ്റത്തൂരിൽ BJP പിന്തുണയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഇന്ന് രാജിവെക്കും. വിമതയായി മത്സരിച്ച ടെസി മാത്യുവിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കഴിയില്ല എന്നതായിരുന്നു വിമതപക്ഷത്തിന്റെ പ്രധാന നിർദ്ദേശം. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസിനെ രാജിവെപ്പിച്ചുകൊണ്ടുള്ള KPCCയുടെ സമവായം. BJPയുമായി സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റേറ്റു പറഞ്ഞാൽ ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കാമെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. നൂർജഹാൻ അടക്കമുള്ള 8 അംഗങ്ങളെയും നേരത്തെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. വിമത വിഭാഗം നേതാക്കൾ ഉന്നയിച്ച പരാതികളിലും അന്വേഷണം നടത്തും. മറ്റത്തൂരിൽ DCC നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വിമതർക്ക് KPCC ഉറപ്പു നൽകിയിട്ടുണ്ട്. ടെസി ജോസിനെതിരെ 6 മാസം കഴിഞ്ഞ് LDF അവിശ്വാസം കൊണ്ടുവന്നാൽ അപ്പോൾ കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിക്കും. KPCC ചുമതലപ്പെടുത്തിയ റോജി M. ജോൺ MLA പുറത്താക്കിയവരെയും മണ്ഡലത്തിലെ ഔദ്യോഗിക വിഭാഗത്തെയും കേട്ട ശേഷം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് KPCC നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുള്ള തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് തമിഴ്നാട്ടിൽ. BJP സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ നേതൃത്വം നൽകിയ സംസ്ഥാന യാത്രയുടെ സമാപനത്തിൽ അമിത് ഷാ പങ്കെടുക്കും. പുതുക്കോട്ടയിലാണ് യാത്രയുടെ സമാപനം. BJP കോർ കമ്മിറ്റി യോഗത്തിലും അമിത് ഷാ പങ്കെടുക്കുന്നുണ്ട്. എടപ്പാടി പളനിസ്വാമിയുമായി നാളെ ചർച്ചയും നടക്കും. ശബരിമലയിൽ ഇന്നലെ ദർശനം നടത്തിയത് 1,857 തീർത്ഥാടകർ. ഇന്ന് രാവിലെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും വലിയ നിയന്ത്രണങ്ങളൊന്നും നിലവിലില്ല. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്ന് രാവിലെ മുതൽ പമ്പയിൽ നിന്നും സന്നിധാനം വരേക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തീർത്ഥാടകർക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. മണിക്കൂറിൽ 3500ഓളം തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നാണ് പോലീസിന്റെ കണക്ക്. എവിടെയും വലിയ തടസ്സങ്ങളില്ല. ഭക്തരുടെ വരി
അല്ലെങ്കിൽ കാത്തു നിൽക്കുന്നവരുടെ ക്യൂ ശരംകുത്തിയിലേക്കാണ് ഇപ്പോൾ നീണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ശബരിപീഠമൊക്കെ പിന്നിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അത്രയ്ക്കും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് എത്തുന്നവർക്ക് ആശ്വാസകരമായ ഒരു സാഹചര്യമാണ്. പക്ഷേ ഇന്നലെ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തിച്ചേർന്ന ഒരു ദിവസമായിരുന്നു. 1,00,000-ന് മുകളിൽ 1,859 തീർത്ഥാടകർ എത്തിയെന്നാണ് പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക്. അത് ഒരുപക്ഷെ ഇനിയും കൂടാനുള്ളൊരു സാധ്യത ഉണ്ട്. അത്തരത്തിൽ വലിയ ഒരു തിരക്ക് വന്ന ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്നും അതേപോലെ ഒരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും രാവിലെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്തി പോകാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. പമ്പയിൽ സന്നിധാനം വരെ എവിടെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തിരക്ക് കൂടുന്നതിന്റെ രാവിലെ തിരക്ക് കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നട അടച്ചതിന് ശേഷം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്താൻ മടി കാണിക്കുന്നു, അല്ലെങ്കിൽ മഴയിൽ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിരീക്ഷണം. അതായത് സാധാരണ 18-ാം പടി കയറ്റിവിടും, രാത്രി മുഴുവൻ കയറ്റിവിടും. എന്നാൽ നട അടച്ചതിന് ശേഷം തീർത്ഥാടകർ ഈ രാത്രി ഇവിടെ എത്തി 18-ാം പടി കയറാൻ താല്പര്യം കാണിക്കുന്നില്ല. അത് രാവിലെ വലിയൊരു തിരക്കിന് വഴിയൊരുക്കുന്നു എന്നാണ് പോലീസിന്റെ പ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം. എന്താണെങ്കിലും വലിയ തിരക്കുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന ആ കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്നത്തിന് സമാനമായിട്ടില്ലെങ്കിലും ഇന്നും നല്ല തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ ഇന്ന് കൂടുതൽ നിയന്ത്രണ വിധേയമാണ്. തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ രാവിലെ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ എത്തി ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാന ഭരണത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. ഡോക്ടർ വി സേതുമാധവന്റെ കൂറ്റനാടുള്ള വസതിയിൽ സന്ദർശനം നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന വികസനക്ഷേമ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിനാണ് നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം നടത്തുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ ഡോക്ടർ വി സേതുമാധവന്റെ വസതിയിൽ സന്ദർശനം നടത്തിയാണ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. സർക്കാരിന്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനായി പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. എല്ലാ വീടുകളിലും ചെന്ന് ആളുകളുടെ അഭിപ്രായം എടുക്കുകയാണ്, പൗരന്മാരുടെ അഭിപ്രായം എടുക്കുകയാണ്. ചെയ്ത കാര്യങ്ങൾ ഇനി എന്തെല്ലാം ചെയ്യണം, സിറ്റിസൺ ഫീഡ്ബാക്ക്. അങ്ങനെ രാജ്യത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഓരോ വീട്ടിലും ചെന്ന് അഭിപ്രായം എടുക്കുകയാണ്. ഗവൺമെന്റിന്റെ തുടർന്ന് കേരളത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനകരമെന്ന് ഡോക്ടർ വി സേതുമാധവൻ അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസപരമായിട്ട് പ്രവർത്തനം ഒക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ എൻ്റെ കാലത്ത് ഒരു 10 കൊല്ലം മുമ്പ് വരെ തന്നെ നമ്മളെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ പല ആൾക്കാരും സ്കൂളിലേക്ക് വരാൻ തന്നെ ചേർക്കാൻ തന്നെ മടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ സൗകര്യങ്ങളില്ല, ക്ലാസ് മുറികളുള്ള മോശമായിട്ടുള്ള സ്ഥിതി, പഠിക്കാൻ അധ്യാപകരില്ല, സ്കൂളിൽ വേണ്ട പഠന സാമഗ്രികളില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു 10 കൊല്ലത്തോളായിട്ട് നമുക്ക് വളരെയധികം വ്യത്യാസം വന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ നിന്നും പരിശീലനം ലഭിച്ച കർമ്മസേനാംഗങ്ങളായ വിജയകുമാർ, ഷിജിൽ എന്നിവരാണ് അഭിപ്രായ ശേഖരണം നടത്തിയത്. ഇത്തരത്തിൽ ഇവർ എല്ലാ വീടുകളും സന്ദർശിച്ച് സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കും. തുടർന്ന് ഈ സർവേയിൽ അവലോകനം നടത്തി വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിൽ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ പരാതിയുമായി കൌൺസിലർമാർ. വർക്കല താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തും വിധം ഡ്രൈവർമാർ ഇടപെടുന്നു എന്നാണ് ആക്ഷേപം. അപകടത്തിൽപ്പെട്ടെത്തുന്ന രോഗികളെ ഡോക്ടർമാരും ജീവനക്കാരും പരിശോധിക്കുമ്പോൾ സഹായത്തിനെന്ന പേരിൽ എത്തുന്ന ഡ്രൈവർമാർ ചികിത്സാ നടപടികൾ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിശ്രമിക്കാനായി ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ പകലും രാത്രിയും ഡ്രൈവർമാർ കൈയേറുന്നതായും പരാതിയുണ്ട്. കിലോമീറ്ററുകൾ സൗജന്യമായി ഓടുന്ന 108 ആംബുലൻസ് ആശുപത്രിയിൽ സജ്ജമായിരിക്കുമ്പോഴാണ് രോഗികളെ സ്വകാര്യ ആംബുലൻസിലേക്ക് മാറ്റാൻ ഡ്രൈവർമാർ മത്സരിക്കുന്നത്. ഇതിന് ചില ആശുപത്രി ജീവനക്കാരുടെ ഒത്താശയുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ കയറിയ ഒരു കൗൺസിലറാണ്. കയറിയതിന് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എങ്കിലും കുറച്ച് പരാതികൾ എനിക്ക് വന്നിട്ടുണ്ട്. അതായത് പുറത്തുള്ള പ്രൈവറ്റ് ആംബുലൻസിൻ്റെ ഡ്രൈവർമാർ ഹോസ്പിറ്റലിനകത്ത് കയറുകയും രാത്രിയോ പകലോ ഒന്നും വേർതിരിവില്ലാതെ കയറി വന്ന് മറ്റുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ തന്നെ ഇരിപ്പിടം തട്ടിയെടുത്ത് എന്നോണം അവരവിടെ ഇരുന്നിട്ട് പിന്നെ അവരുടെ തന്നെ
ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇത് എനിക്ക് 1-2 പരാതികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ ആയിട്ട് നിരവധി പ്രാവശ്യം മുഖ്യമന്ത്രിക്കും ആരോഗ്യ മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇരുന്ന കൗൺസിലർമാർ അതിനൊന്നും ഇതുവരെയും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ഇനി അതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരൂ. കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനായിട്ട് ഇറങ്ങും. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകർ രംഗത്തെത്തി. മുൻ വാർഡ് കൗൺസിലർ അനിൽകുമാർ നിരവധി തവണ പരാതികൾ നൽകിയിട്ടും അധികൃതർ ഇടപെട്ടില്ലെന്നാണ് പരാതി. 24 മണിക്കൂറും ഇവർ ഇതിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥ, മാറി മാറി ആംബുലൻസ് ഡ്രൈവർമാർ ഓട്ടം പിടിക്കുന്നത്, ക്യാൻവാസ് ചെയ്യുന്നതിന്, അത് ചില ഉദ്യോഗസ്ഥരുടെ, ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരുടെയും കൂടി ഒത്താശ ഇതിനകത്തുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അപ്പം ഇത് വരുന്ന രോഗികൾക്കും പല ജീവനക്കാർക്കും അതുപോലെ തന്നെ രോഗിയുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർമാർക്ക് ഇവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ആശുപത്രിയുടെ നല്ല നടപ്പിനും ഇത് നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പരാതികൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്കും മന്ത്രിക്ക് കൊടുത്തിട്ട് പോലും ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം ഈ ആംബുലൻസ് ഡ്രൈവർമാരും ഈ വരുന്ന പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡർമാരുമായിട്ടൊക്കെ വാക്ക് തർക്കങ്ങളും കയ്യാങ്കളിയിൽ വരെ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ പോലീസ് കേസ് ആയിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ പോലും ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും ആശുപത്രിയിലെ സമാധാനാന്തരീക്ഷം തിരികെ കൊണ്ടുവരണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നടപടി വൈകിയാൽ ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പൊതുപ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് 18 വർക്കല. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കുള്ള ആശംസകളിലേക്കാണ്. തിരുവനന്തപുരം മാണിക്യവിളാകത്തെ ഹസീൻ അസ്ലമിയ ദമ്പതികളുടെ മകൾ അസ്ലഹ നസ്രീന്റെ 5ാം പിറന്നാളാണ് ഇന്ന്. അസ്ലഹ കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. മാധ്യമപ്രവർത്തകരായ പ്രബീഷ് ഭാസ്കറിന്റെയും രേഷ്മ വിജയന്റെയും മകൾ ഇസൈ മൊഴിയുടെ 3ാം പിറന്നാളായിരുന്നു ഇന്നലെ. ഇസൈ മൊഴിക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. മലപ്പുറം വളാഞ്ചേരി സ്വദേശി അബ്രാറിന്റെ പിറന്നാളാണ് ഇന്ന്. അബ്രാറിന്റെ സുഹൃത്തുക്കളാണ് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ അബ്രാർ, ഹാപ്പി ബർത്ത്ഡേ. കോഴിക്കോട് സ്വദേശി അഫ്സലിന്റെയും ഫിദയുടെയും 6ാം വിവാഹ വാർഷികമാണ് ഇന്ന്. എല്ലാവിധ ആശംസകളും നേരുകയാണ് ഫ്രണ്ട്സ്. ഒപ്പം ഞങ്ങളും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. രാവിലെ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോളിന്റെ സമയമാണ്. നമസ്കാരം.